PC ചാക്കോ ഒരു അപാര ജന്മം തന്നെയെന്ന് രാഷ്ട്രീയ നിരൂപകർ പറയുകയാണ്. ഇത്രയും വലിയ തൊലിക്കട്ടി കാണ്ടാമൃഗത്തിന് പോലും ഇല്ല എന്ന് പറയുന്നു. മിനിറ്റിന് വെച്ചല്ലേ പാർട്ടിയും മുന്നണിയും ഒക്കെ മാറുന്നത്. ഇനി ഏതെങ്കിലും രാജിവെക്കാൻ കൊള്ളാവുന്ന പാർട്ടി ഉണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ കളിയാക്കുന്നത്. അതെ, NCPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച PC ചാക്കോയ്ക്ക് ട്രോൾ മഴയോട് ട്രോൾ മഴയാണ്. കോൺഗ്രസിലേക്ക് തിരിച്ചു പോയാൽ അവിടെ ആരും അടുപ്പിക്കില്ല എന്ന് മനസ്സിലായ PC ചാക്കോ ഇപ്പോൾ NCPയുടെ അജിത് പവാർ വിഭാഗത്തിൻ്റെ അധ്യക്ഷനാകാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അതിനുവേണ്ടി കേരളത്തിൽ പ്രത്യേകമായി പാർട്ടി രൂപീകരിക്കാനും അത് തട്ടിക്കൊള്ളിക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമം രൂപീകരിക്കുന്നു. നിലവിൽ NCPയുടെ ഔദ്യോഗിക ചിഹ്നമായ ഘടികാരു, അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അജിത് പവാർ വിഭാഗത്തിനാണ് ഉള്ളത്. അജിത് പവാർ വിഭാഗമോ BJPയുമായി ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ PC ചാക്കോ ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയാണ്. കേരളത്തിൽ NDAയിൽ കയറിപ്പറ്റുക, ലോക്സഭയിലും നിയമസഭയിലുമായി സീറ്റുകളിൽ മാറി മാറി നിന്ന് മത്സരിച്ച് പരാജയപ്പെടുക. ഇതാണ് PC ചാക്കോയുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. PC ചാക്കോയും തോമസ് കെ തോമസും തമ്മിൽ പ്രശ്നം അതിരൂക്ഷമായിരുന്നു. നിലവിൽ ശരത് പവാർ വിഭാഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം തോമസ് കെ തോമസിന് വേണമെന്ന് ഔദ്യോഗികമായി തന്നെ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചതോടുകൂടി PC ചാക്കോ ഗത്യന്തരമില്ലാതെ സ്ഥാനം ഒഴിയുകയായിരുന്നു. മാത്രമല്ല, വനം വകുപ്പ് മന്ത്രിയായ AK ശശീന്ദ്രന് അതിരൂക്ഷമായ വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തിന് യോഗ്യനല്ല എന്ന രീതിയിൽ തുടങ്ങി നിരവധിയായ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഈയിടെയായി ഉണ്ടാകുന്ന വന്യജീവി ശല്യം, അതുമൂലമുണ്ടാകുന്ന മരണങ്ങൾ, ഇതൊന്നും തന്നെ വലിയ രീതിയിൽ പ്രാധാന്യത്തോടെ എടുക്കാത്ത സർക്കാർ, അതുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശശീന്ദ്രൻ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു വ്യക്തി എന്തിനാണ് പൊതുപ്രവർത്തനം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വിലസി നടക്കുന്നത് എന്ന ചോദ്യമാണ് വലിയ തോതിൽ ഉയരുന്നത്. ശശീന്ദ്രനെ മാറ്റണം എന്നുള്ള ആവശ്യം നേരത്തെ PC ചാക്കോ പിണറായി വിജയനോട് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നുവെന്നും പിണറായി വിജയനോട് കയർത്ത് സംസാരിക്കാൻ തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല എന്നും പറഞ്ഞതിൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ് നേരത്തെ പുറത്തു വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിഷയം ആളിക്കത്തവയാണ് അദ്ദേഹം രാജിവെച്ച് നാടകീയമായ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, PC ചാക്കോ ലക്ഷ്യം വയ്ക്കുന്നത് NDAയിലേക്ക് തന്നെയാണ്. NDAയിൽ ഒരു സീറ്റ്, അതാണ് PC ചാക്കോയുടെ ലക്ഷ്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാൻ പറ്റുമോ എന്ന് ചാക്കോ ലക്ഷ്യം വയ്ക്കുകയാണ്. തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു സീറ്റ്, അതാണ് ലക്ഷ്യം. ഇരിങ്ങാലക്കുട ലക്ഷ്യമിട്ട് ചാക്കോ നീങ്ങുകയാണ്. BJPക്ക് അത്യാവശ്യം വോട്ട് ഷെയർ ഉള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. അവരുടെ A ക്ലാസ് മണ്ഡലമായി തന്നെ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കാൻ വേണ്ടി കച്ചമുറുക്കിയിരിക്കുകയാണ് ചാക്കോ. അതിനൊരിക്കലും സമ്മതിക്കില്ല എന്ന് BJPയും തീർത്തു പറയുന്നു.